Hi students, ഇന്ന് നമ്മൾ S2 മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 2ലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ്സ് ആൻഡ് ചേഞ്ച് ഓഫ് ബേസിസ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടാണ്. ബേസിസിനെ റിലേറ്റ് ചെയ്തിട്ട് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ. നമ്മൾ ആദ്യം ഒരു വെക്റ്റർ സ്പേസ് V കൺസിഡർ ചെയ്തു. അതിലുള്ള ഒരു ഓർഡേർഡ് ബേസിസ് ആണ് B എന്ന് പറയുന്നത്. ബിയിലുള്ള എലമെൻറ്റ്സ് ആണ് V1, V2, എക്സെട്ര Vn. ഇനി നമ്മൾ വെക്റ്റർ സ്പേസിലുള്ള ഒരു വെക്റ്റർ എക്സിനെ കൺസിഡർ ചെയ്തു. ഈ എക്സിനെ നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ? C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് CN Vn എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ C1 C2 എക്സെട്ര CN എന്ന് പറയുന്നതാണ് എക്സിൻ്റെ കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ദ ബേസിസ് B. ബി എന്ന ബേസിസിനെ റിലേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ C1 C2 CN എക്സെട്ര CN വരെയുള്ള കോർഡിനേറ്റ്സ് ആയിരിക്കും. ആ സ്കെയിലാർസ് ആണ് അതിൻ്റെ കോർഡിനേറ്റ്. ഈ കോർഡിനേറ്റ് മെട്രിക്സിനെ ഇതിന് നമുക്കൊരു മെട്രിക്സ് ഫോമിൽ എഴുതാം, ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം. ആ കോർഡിനേറ്റ് മെട്രിക്സിൻ്റെ വേറൊരു പേരാണ് കോർഡിനേറ്റ് വെക്റ്റർ. ഓക്കെ, ഏതിൻ്റെയാണ്? എക്സിൻ്റെ കോർഡിനേറ്റ് വെക്റ്ററാണ് റിലേറ്റീവ് ടു ദ ബേസിസ് ബി. കാരണം എക്സിലെ ഈ സ്കെയിലാറും പിന്നെ V1 V2 Vn എന്നൊക്കെ പറയുന്നത് ബേസിസ് ബിയിലുള്ള എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനെ കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. കോർഡിനേറ്റ് വെക്റ്റേഴ്സിനെ കോളം മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. C1 C2 etc. Cn. Okay. In R(n) column notation is used for the coordinate matrix. For the vector x equal to x1, x2 etc. xn, the xi's are the coordinates of x relative to the standard basis S for R(n). Then അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്റ്റർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബേസിസിനെ കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ആ വെക്റ്റർ തന്നെയായിരിക്കും. x1 x2 എക്സെട്ര xn തന്നെയായിരിക്കും. സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ കേസിൽ നമുക്ക് ആ തന്നിരിക്കുന്ന വെക്റ്ററിനെ തന്നെ നമുക്ക് ആ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ വഴി പറയുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, x ഈക്വൽ ടു -2 1, 3 എന്ന് പറയുന്നത് R(3)യിലുള്ള ഒരു വെക്റ്ററാണ്. റിലേറ്റീവ് അതെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് 1 0 0 0 1 0 0 0 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ വെക്റ്റർ എഴുതിയിട്ടുള്ളത്, ഈ വെക്റ്റർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോർഡിനേറ്റ് മെട്രിക്സ് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഈ മെട്രിക്സ് ഈ വെക്റ്ററിനെ എക്സിനെ നമ്മൾ ഫസ്റ്റ് എന്താ പറയുക C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 എന്ന് എഴുതി. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ -2 1, 3 എന്നുള്ളതിനെ -2 × 1 0 0 പ്ലസ് 1 × 0 1 0 പ്ലസ് 3 അല്ല അടുത്ത എലമെൻറ്റ്, ദെൻ 3 × 0 0 1 ആയിട്ട് എഴുതാം. അതായത് ഇതിൻ്റെ C1 C2 C3 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഈ എക്സിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കോർഡിനേറ്റ് മെട്രിക്സ് എഴുതുമ്പോൾ തന്നിരിക്കുന്ന വെക്റ്റർ തന്നെയായിരിക്കും ആ കോർഡിനേറ്റ് മെട്രിക്സ് എന്നും പറയുന്നത്. അപ്പോൾ അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ -2 1 3 എന്ന് വരും. ഓക്കെ. Next question, find the coordinate matrix of x in R(n) relative to standard basis. അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സ് ആ വെക്റ്റർ തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 7 -4 -1 2 അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയാൽ മതി. 7 4 -1 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, given the coordinate matrix of x relative to a non-standard basis B for R(n), find the coordinate matrix of x relative to the standard basis. അതായത് ഒരു നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് വെക്റ്ററും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് മെട്രിക്സ് ആണ്. ഇപ്പോൾ XB എന്ന് പറയുന്നത് 1 -2 3 1 ആയ കാരണം നമുക്ക് എന്ത് ചെയ്താം, ഇതിനെ നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നില്ല. എൻ്റെ മീനിങ് അല്ലേ? കോർഡിനേറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞത് C1 C2 C3 C4 ആണ്. അപ്പോൾ C1 C2 C3 4നെ ഈ ഇതിൻ്റെ കോർഡിനേറ്റ് വെക്റ്റർ ആയ കാരണം ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാം. ദാറ്റ് ഈസ് C1, ദാറ്റ് ഈസ് 1 × 0 0 0 1 -2 × 0 0 1 1 then +3 × 0 1 1 1 -1 × 1 1 1 1 ആയിട്ട് എഴുതും. അങ്ങനെ എഴുതിയിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും റിലേറ്റഡ് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. തന്നിട്ടുണ്ട് ഒരു നോൺ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ കറസ്പോണ്ടിങ് വെക്റ്റർ തന്നിട്ടുണ്ട്, അതിനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി.
അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 1 ഇൻറ്റു 0 0 ആണ് 0 ഇൻറ്റു 0 0 0 ഇൻറ്റു 3 0 ദെൻ -1 അപ്പോൾ 1 വരും. പിന്നെ ഇവിടെ സെക്കൻഡ് എലമെൻറ്റ് 0 ഇതിൽ സെക്കൻഡ് എലമെൻറ്റ് 0 ഇതിൽ സെക്കൻഡ് എലമെൻറ്റ് +3 ഇവിടെ -1 3 -1 2 വരും. തേർഡ് എലമെൻറ്റ് 0 ഇതിലും തേർഡ് എലമെൻറ്റ് 1 ആണ് -2 ഇവിടെ 3 + 3 -2 + 3 എന്ന് പറഞ്ഞാൽ 1 വരും. ദെൻ -1 ദാറ്റ് ഈസ് 0 വരും. ദെൻ ഫോർത്ത് എലമെൻറ്റ് 1 -2 1 -2 -1 +3 -1 + 3 2 ദെൻ 2 -1 1 വരും. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ബേസിസിന് റിലേറ്റീവ് ആയിട്ടുള്ള കോർഡിനേറ്റ് മെട്രിക്സ്. ഓക്കെ, കോർഡിനേറ്റ് മെട്രിക്സ് അല്ല, കോർഡിനേറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, അതന്നെ കോർഡിനേറ്റ് മെട്രിക്സ്. ഓക്കെ, ദെൻ 1 -1 2 0 1 ഇടാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ചേഞ്ച് ഓഫ് ബേസിസ് ഇൻ r⁴n. അതായത് രണ്ട് ബേസിസ് കൺസിഡർ ചെയ്യാം. ബി എന്ന് പറയുന്നത് nth ഓർഡർ ആണ്, ബി ഡാഷ് എന്ന് പറയുന്നതും nth ഓർഡർ ആണ്, അതായത് n ടപ്പിളാണ്. v1 v2 എക്സെട്ര vn എലമെൻ്റ് ഉണ്ട്, ബി ഡാഷിൽ u1 u2 എക്സെട്ര un ഉണ്ട്. ഇനി നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ r⁴n ഈ സെയിം ബേസിസിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ കൺസിഡർ ചെയ്തു. അതിൽ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡിനേറ്റ് മെട്രിക്സ് ആണ് എക്സ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് മെട്രിക്സ് ആണ്, അതായത് കോർഡിനേറ്റ് മെട്രിക്സ് വെക്ടർ. അത് എഴുതിയിരിക്കുകയാണ് എന്ത് വരും c1 c2 cn എക്സെട്ര അപ് ടു cn, ഇത് d1 d2 എക്സെട്ര dn എഴുതി. ഇതെല്ലാം ഓർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് ആണ് റിലേറ്റീവ് ടു ബി ആൻഡ് ബി ഡാഷ്. അങ്ങനെയാണെങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സ് പി ഫ്രം ബി ഡാഷ് ടു ബി ഇസ് ദ മെട്രിക്സ് പി such that xb equal to p into xb dash. അതായത് രണ്ട് ബേസിസിൻ്റെ ബിയും ബി ഡാഷും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് മെട്രിക്സസ് ആണ് എക്സ് ബിയും എക്സ് ബി ഡാഷും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സ് ബി ഡാഷിന് ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് അനദർ ഒരു മെട്രിക്സ് ആണ് പി എന്ന് പറയുന്ന മെട്രിക്സ്. അത് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, റിലേഷൻ എങ്ങനെയാണ്, എക്സ് ബി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എക്സ് ബി ഡാഷ് ആണ്. ഓക്കെ, ഇതാണ് ട്രാൻസിഷൻ മാട്രിക്സ് പി ഫ്രം ബി ഡാഷ് ടു ബി ആണ്. ഓക്കെ, എക്സ് ബി ഈക്വൽ ടു പി ഇൻറ്റു എക്സ് ബി ഡാഷ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ട്രാൻസിഷൻ മാട്രിക്സ് പി ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് ദ ട്രാൻസിഷൻ മാട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ്. നേരത്തെ പറഞ്ഞത് ബി ഡാഷ് ടു ബി ആയിരുന്നു, ഇനി ട്രാൻസിഷൻ മാട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇടാം, അതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബി ഡാഷ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എക്സ് ബി ആയിരിക്കും. അപ്പോൾ ബി ടു ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ആ ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സും ഈ ആ കോർഡിനേറ്റ് മെട്രിക്സ് ബിയുടെ കോർഡിനേറ്റ് മെട്രിക്സും കൂടി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതാണ് എക്സ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് റിലേറ്റീവ് ടു ബി ഡാഷ്. പി എന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ്. എക്സ് ബി എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് എക്സ് റിലേറ്റീവ് ടു ബി. ഇനി നമുക്കൊരു തിയർ ഉണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട്, ദ ഇൻവേഴ്സ് ഓഫ് ട്രാൻസിഷൻ മെട്രിക്സ് എന്നാണ് ആ തിയറത്തിൻ്റെ പേര്. അതായത് ഇഫ് പി ഈസ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം എ ബേസിസ് ബി ഡാഷ് ടു എ ബേസിസ് ബി ഇൻ r⁴n. അതായത് പി എന്ന് പറയുന്നത് ബി ഡാഷിന് ബിയിലേക്കുള്ള ട്രാൻസിഷനിൽ വരുന്ന ട്രാൻസിഷൻ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ P is invertible and the transition matrix from B to B dash is P inverse. Okay. ഒരു ബി ഡാഷിന് ബിയിലോട്ടുള്ള ട്രാൻസിഷൻ നടക്കുന്ന ഈ പി എന്ന് പറയുന്ന ട്രാൻസിഷൻ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ബി ടു ബി ഡാഷിൽ ആ മെട്രിക്സ് പി ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ആ ട്രാൻസിഷൻ മെട്രിക്സ് എങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബി എന്ന് പറയുന്നത് v1 v2 എക്സെട്ര vn ആണ്, ബി ഡാഷ് എന്ന് പറഞ്ഞാൽ u1 u2 എക്സെട്ര un ആണ്. ഇത് രണ്ട് വെക്ടർ സ്പേസ് വിയിലുള്ള രണ്ട് ബേസിസ് ആണ്. ബേസിസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാം. അപ്പോൾ v1 എന്ന് പറയുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ c11 u1 പ്ലസ് c21 u2 എക്സെട്ര cn1 un. v2 എന്ന് പറഞ്ഞാൽ c12 un. അതൊക്കെ അതായത് ഒരു സ്കെയിലാറിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി. c22 u2 പ്ലസ് എക്സെട്ര cn2 un എക്സെട്ര. vn എന്ന് പറഞ്ഞാൽ c1n u1 പ്ലസ് c2n un പ്ലസ് cnn un എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. ഈ c11 c21 cn1 ഈ v1ലെ സ്കെയിലാർസിനെ എല്ലാം കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക,
V2ൻ്റെ സ്കെയിലേഴ്സിനെ അടുത്ത കോളം മെട്രിക്സ് അടുത്ത കോളം എലമെൻ്റ് ആയിട്ട് എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസിഷൻ മെട്രിക്സ് കിട്ടും. ബി ടു ബി ഡാഷിനുള്ള ട്രാൻസിഷൻ മെട്രിക്സ് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ്. ബി ടു ബി ഡാഷിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ തിയറത്തിൽ പറയുന്നത്. അതിനൊരു പ്രൊസീജിയർ പറയുകയാണ്. ഇപ്പോൾ ബി എന്ന് പറയുന്നത് V1 V2 എക്സെട്ര Vn ആണ്. ബി ഡാഷ് എന്ന് പറയുന്നത് U1 U2 എക്സെട്ര UN ആണ്. ഇനി ഇത് രണ്ടും രണ്ട് ബേസിസ് ആണ്. R⁻n രണ്ട് ബേസിസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സ് P ഇൻവേഴ്സ് ഫ്രം B to B dash can be found by using Gauss-Jordan elimination on the n/2n matrix B dash B. അതായത് രണ്ട് ബേസിസിൻ്റെ വെക്ടർ സ്പേസിലുള്ള രണ്ട് ബേസിസ് ആണ്. അതിൻ്റെ ട്രാൻസിഷൻ മെട്രിക്സ് P ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് B dash B എന്ന് പറഞ്ഞാൽ കറസ്പോണ്ട്സ് ടു IN P ഇൻവേഴ്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ IN P ഇൻവേഴ്സിൻ്റെ അപ്പോൾ ആ P ഇൻവേഴ്സ് ആയിരിക്കും നമ്മുടെ ആ ട്രാൻസിഷൻ മെട്രിക്സ്. അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. Find the transition matrix from B to B dash for the basis for R⁻³ below. B equal to 1 0 0 0 1 0 0 0 1 and B dash equal to 1 0 1 0 minus 1 2 2 3 minus 5. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ബി ടു ബി ഡാഷിനുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബിയും ബി ഡാഷും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ബിയും ബി ഡാഷും എടുത്തെഴുതി, അതിനെ കോളം മെട്രിക്സ് ഓരോന്നിനും താഴോട്ട് എടുത്തെഴുതി. നമുക്ക് ഉണ്ടായിരുന്നത് 1 0 0 ആയിരുന്നു ആദ്യത്തെ എലമെൻറ്റ്. അപ്പോൾ അതിനെ താഴോട്ട് 1 0 0, സെക്കൻഡ് എലമെൻറ്റ് 0 1 0, തേർഡ് എലമെൻറ്റ് 0 0 1. ബി ഡാഷിലെ ഫസ്റ്റ് 1 0 1 താഴോട്ട് എഴുതി, 0 - 1 2 താഴോട്ട് എഴുതി, ദെൻ 2 3 - 5 താഴോട്ട് എഴുതി. അപ്പോൾ നമുക്ക് ബിയുടെ വെക്ടറും കിട്ടി, ബിയുടെ മെട്രിക്സും കിട്ടി, ബി ഡാഷിൻ്റെ മെട്രിക്സും കിട്ടി. ഇനി ഇത് രണ്ടും കൂട്ടി എഴുതുക. ബി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയില്ല നമ്മൾ, ബി ഡാഷ് ബി ആയിട്ട് എഴുതുക. അപ്പോൾ ബി ശ്രദ്ധിക്കണം, ബി ടു ബി ഡാഷ് ആണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതുന്നത് ബി ഡാഷ് ബി എന്നാണ്. ഓക്കെ, ബി ടു ബി ഡാഷ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ബി ഡാഷ് ആണ് എഴുതുന്നത്, പിന്നെയാണ് ബി എഴുതുന്നത്. ബി ഡാഷ് എന്നല്ല എഴുതുന്നത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ബി ഡാഷ് ബിന്ന് എഴുതുമ്പോൾ ബി ഡാഷ് അതേപോലെ എടുത്ത് എഴുതി, ബി അങ്ങനെ എഴുതി. ഇനി നമുക്ക് ഇതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആൻഡ് P ഇൻവേഴ്സ് എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തിക്കണം അല്ലേ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ 3/3 മെട്രിക്സ് നോക്കുക. ഈ 3/3 മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ അതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറ്റണം. അപ്പോൾ അതിനെന്ത് വേണം? ആദ്യത്തെ എലമെൻറ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സിൽ എങ്ങനെ വരും? ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 വരും, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 വരും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് 1 ആണ്. അപ്പോൾ ആ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് സെക്കൻഡ് റോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വന്നു. അടുത്ത തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും 0 വേണം. അത് 0 അല്ല. അപ്പോൾ ആദ്യം നമുക്ക് ആ എലമെൻറ്റ് 0 ആക്കാം. അത് 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 ചെയ്താൽ മതി. അപ്പോൾ 0 1 - 1 0 വരും, 2 - 0 2 വരും, -5 - 2 -7, 0 - 1 -1, 0 - 0 0, 1 - 0 1 വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ കഴിഞ്ഞു. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് -1 ആണ്. അത് 1 ആക്കാൻ എളുപ്പമാണ്. ഒരു -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് ലാസ്റ്റ് ചെയ്താലും മതി. അത് കഴിഞ്ഞ് അടുത്ത എലമെൻറ്റ് നോക്കൂ, 2 ആണ്. ഈ 2 നമുക്ക് 0 ആക്കണം. 2 0 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? R3 ചേഞ്ചസ് ടു R3 + 2 R2 ചെയ്താൽ മതി. അപ്പോൾ 2 + 2 × -1 -2, 2 - 2 ഇവിടെ 0 ആവും. -7 + 2 × 3 6, -7 + 6 -1 വരും. -1 + 0 എന്നുള്ളത് -1 തന്നെ. 0 + 2 × 1 2 വരും. ദെൻ 1 + 2 × 0 1 തന്നെ വരും. അപ്പോൾ ഇവിടെ ഇവിടുത്തെ ട്രയാങ്കിൾ 0 ആയി. ഇനി നമുക്ക് അപ്പർ ട്രയാങ്കിൾ, ഇതിപ്പോൾ ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് ആയിട്ട് മാറി. ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇനി നമുക്കിപ്പോൾ ഡയഗണൽ മെട്രിക്സ് എല്ലാം 1 ആയി. ഇവിടെ -1 -1 ആയിട്ടുണ്ട്. നമുക്ക് ആ -1 -1നെ കളയാം. അതിന് വേണ്ടിയിട്ട് R2നെയും R3നെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എലമെൻറ്റ്സ് എങ്ങനെയായി? 1 0 2 1 0 0 1 0 + 1 -3 0 -1 0 0 0 1 1 -2 -1. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയി. ഇനി മുകളിൽ അപ്പർ ഈ ഭാഗത്തും 0s വരണം. അതിന് വേണ്ടിയിട്ട് R2നെ ചേഞ്ചസ് ടു R2 + 3 R3 എഴുതി, R1നെ
R1 മൈനസ് 2R3 എന്നും ചെയ്തു. അപ്പോൾ R2 എന്ന് പറയുന്നത് ഇവിടെ -3 ആണ്. അപ്പോൾ ആ -3ന് 0 ഒക്കെ എന്ത് ചെയ്യണം? ഈ -3നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് R2 പ്ലസ് 3R3 ചെയ്തു. താഴെ ഇവിടെ 1 അല്ലേ, അപ്പോൾ R2 പ്ലസ് 3R3 ചെയ്തപ്പോൾ -3 പ്ലസ് 3 0 വരും. കറസ്പോണ്ടിങ് ഈ റോയിലെ എലമെൻറ്റ്സ് മാറും. ഇവിടെ 3 -7 -3 വരും. R1 ചേഞ്ചസ് ടു R1 മൈനസ് 2R3 എന്ന് പറഞ്ഞാലോ ഇതെല്ലാം 0 ആയി. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തി I3 P ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ എലമെൻറ്റ് ഇതാണ് ഈ ലാസ്റ്റ് വരുന്ന ഈ 3x3 മെട്രിക്സ് ആണ് P ഇൻവേഴ്സ്. നമ്മൾ കണ്ടുപിടിക്കുന്ന ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് കിടക്കുന്ന ഈ മെട്രിക്സ് ആണ്. Therefore, the transition matrix from B to B dash is P inverse equal to -1, 4, 2, 3, -7, -3, 1, -2, -1. ഓക്കെ, എളുപ്പമാണ് ആ പ്രോബ്ലം. ഗോസ് എലിമിനേഷൻ മെത്തേഡ് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. നമ്മൾ ആദ്യം ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1, 1, 1 ആക്കുക, അതിൻ്റെ താഴെയുള്ള എലമെൻറ്റ്സ് 0 ആക്കുക, പിന്നെ അതിൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സും 0 ആക്കുക. അതിന് കറസ്പോണ്ടിങ് റോ ചേഞ്ചസ് നടത്തുക. രണ്ട് കീ നോട്ട്സ്, 2 പോയിന്റ്സ് ഇതിനടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ ബി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇക്വലൻറ്റ് ടു പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബി ഡാഷിൻ്റെ ഇൻവേഴ്സിന് ഈക്വലൻ്റ് ആയിരിക്കും. ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ബി ഡാഷിൻ്റെ ഇൻവേഴ്സിന് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി ബി ഡാഷ് ആണ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ബി ഡാഷ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി ഡാഷ് ബി എന്ന് പറഞ്ഞാൽ IN ഇൻറ്റു ബി എന്നല്ലേ നമ്മൾ എഴുതുക. ബി ഡാഷ് ഇൻറ്റു ബീനെ IN ഇൻറ്റു ബി എന്ന് വരും. IN ഇൻറ്റു പി ഇൻവേഴ്സ്, ദാറ്റ് ഈസ് പി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ആയിരിക്കും. അതായത് നമ്മൾ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ 1 0. ഇപ്പോൾ തേർഡ് ടപ്പിൾ ആണെങ്കിൽ 1 0 0 0 1 0 0 0 1 അങ്ങനെ എഴുതിയ അത് ഡയഗണൽ മെട്രിക്സ് 1 1 1, ബാക്കി മുകളിലും താഴെയും 0 0 എലമെൻറ്റ്സ് അങ്ങനെയല്ലേ കിടക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ IN ഈക്വലൻ്റ് ആണ്. അപ്പോൾ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ IN ഈക്വലൻ്റ് ആയിരിക്കും. ബി തന്നെ കിടക്കും. നമ്മളത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ വേറെ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഡയറക്റ്റ്ലി ബി തന്നെ ആയിരിക്കും പി ഇൻവേഴ്സ്. നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് ടു സ്റ്റാൻഡേർഡ് ബേസിസിലേക്ക് മാറുമ്പോൾ. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി 1 0 1 2 to 1 0 0 1. ഓക്കെ, ബി ടു ബി ഡാഷ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ബി ഡാഷ് ബി എഴുതി. ബി ഡാഷ് നോക്കുമ്പോൾ എന്താണ്? 1 0 0 1. I2 അല്ലേ അത്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സെക്കൻഡ് ഓർഡർ 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. I2, ബീന് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു I2 പി ഇൻവേഴ്സ് നമ്മുടെ തിയറം പ്രകാരം. അപ്പോൾ പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്. ദാറ്റ് ഈസ് 1 0 എങ്ങനെ എഴുതാൻ? കോളമായിട്ട് എഴുതണം. ആദ്യത്തെ എലമെൻറ്റ് 1 0, സെക്കൻഡ് എലമെൻറ്റ് 1 2. അപ്പോൾ ഇതാണ് പി ഇൻവേഴ്സ് നമ്മൾ ചോദിച്ച ട്രാൻസിഷൻ മെട്രിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് from B to B dash for the basis for R raised to 2 below. B തന്നിട്ടുണ്ട്, B ഡാഷും തന്നിട്ടുണ്ട്. B to B dash ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ B dash B എന്ന് എഴുതി. അപ്പോൾ എങ്ങനെ വരും? B dash -1 -1 2 2 -2 -3 2 4 -2. താഴോട്ട് ഓരോ എലമെൻറ്റും താഴോട്ട് എഴുതി വന്നു. ഇനി അതിനെ റോ ചേഞ്ച് ഓപ്പറേഷൻ നടത്തിയിട്ട് ഇത് ഡയഗണൽ എലമെൻറ്റ്സ് 1 ആക്കണം. പിന്നെ ഈ എലമെൻറ്റ് 0 ആക്കണം, ഈ എലമെൻറ്റും 0 ആക്കണം. 1ഉം 0 ആക്കണം, -2ഉം 0 ആക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് നടത്തുമ്പോൾ ഇങ്ങനെ വന്നു. 1 -2 3 -4. നമ്മൾ ലാസ്റ്റ് റോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 -1 1 -1 എന്ന് വന്നു. ദെൻ R2 എന്ന് പറയുന്നതിനെ നമ്മൾ R2 - R1 ആക്കിയ ഈ ടേം 0 ആയി പോകും. 0 1. അപ്പോൾ അതനുസരിച്ച് -1 -2 എന്ന് പറഞ്ഞാൽ 2 -1, ദാറ്റ് ഈസ് 1 1 -3 -2 -1 -4 3. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയായോ? ഇനിയിപ്പോൾ ഇവിടെ -2 1 -1 1 ഡയഗണൽ എലമെൻറ്റ്സ് 1 1 വന്നു. ഇവിടെ 0 ഉണ്ട്. ഇനി ഈ ടേമും 0 ആക്കണം. ഈ ടേം 0 ആക്കാൻ R1നെ R1 + 2R2 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇവിടുത്തെ 0 ആയി, ഇവിടെ -1, ഇവിടെ 2 വന്നു. അപ്പോൾ ഇത് I2 യിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. അപ്പോൾ ഇതായിരിക്കും പി ഇൻവേഴ്സ് ട്രാൻസിഷൻ മെട്രിക്സ് -1 2 -2 3. ഇനി ബി ഡാഷ് ടു ബി ആണ് ട്രാൻസിഷൻ മെട്രിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ബി ഡാഷ് എഴുതിയിട്ട് ഇതേ മെത്തേഡിൽ ചെയ്യാം. ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ബി ടു ബി ഡാഷ് നോക്കൂ. B 3 4 0 -2
1 1 1 0 minus 3 1 0 b dash എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1. അപ്പോൾ ബി ഡാഷ് ബി എടുത്ത് എഴുതിയപ്പോൾ തന്നെ നോക്കൂ, അതുപോലെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. ബി ഡാഷ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ബേസിസ് ആയിരുന്നു. അപ്പോൾ നോൺ സ്റ്റാൻഡേർഡ് ബേസിസ് നിന്ന് സ്റ്റാൻഡേർഡ് ബേസിസിലേക്ക് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ബി തന്നെ അത് തന്നെയായിരിക്കും ട്രാൻസിഷൻ മെട്രിക്സ്. നമ്മൾ നോട്ടിൽ പറഞ്ഞിരുന്നു, ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതെടുത്ത് എഴുതിയപ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആയി. ഇതെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ ബാക്കി കിടക്കുന്ന ഇതായിരിക്കും പി ഇൻവേഴ്സ്. പി ഇൻവേഴ്സ് പറഞ്ഞാൽ 3 minus 2 1 4 minus 1 0 0 1 minus 3. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോർഡിനേറ്റ്സ് ആൻഡ് ചേഞ്ച് ഓഫ് ബേസിസ് ആണ് പഠിച്ചത്. ട്രാൻസിഷൻ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കുറച്ച് 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.